ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ മുഖ്യപ്രതി ശേഖർ കുമാറിനെതിരെ തെളിവുകൾ ശേഖരിച്ച് വിജിലൻസ്. ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിന് ഉടൻ നോട്ടീസ് നൽകും. ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടും വിജിലൻസിനോട് ഇ.ഡി. രേഖകൾ ആവശ്യപ്പെട്ടിട്ടില്ല. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോർമാറ്റ് ചെയ്ത അവസ്ഥയിലാണുള്ളത്. ഇ.ഡി. കേസ് ഒത്തുതീർപ്പിന് വൻതുകകൾ നൽകിയെന്നതുൾപ്പെടെ വിജിലൻസ് ഓഫീസിലേക്ക് പരാതി പ്രവാഹമാണ്. കൈക്കൂലി പണം ഉപയോഗിച്ച് പ്രതികൾ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നും വിവരമുണ്ട്. പരാതിക്കാരന്റെ പശ്ചാത്തലം പറഞ്ഞുള്ള ഇ.ഡി. പ്രതിരോധത്തെ ശ്രദ്ധിക്കുന്നില്ലെന്ന് വിജിലൻസ് എസ്.പി പറഞ്ഞു. കൈക്കൂലി പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങി എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് സാറേ അത്? പുത്തമ്പലിക്കരയിലടക്കം ഇല്ല, അത് പരിശോധിച്ച് നോക്കണം. അത് പരിശോധിച്ച് നോക്കാൻ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ CCയുള്ള ഗാഡ്ജറ്റ്സ് എല്ലാം ഞങ്ങൾ അന്വേഷണത്തിന് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. പരാതിക്കാരൻ്റെ മൊഴി പ്രകാരമാണ് ഒന്നാം പ്രതിയെ FIR നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് അവരെ അറസ്റ്റ് ചെയ്ത്. ഇനി മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷണം വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകും. പരാതികൾ നമുക്ക് ഫോൺ വിളിച്ച് പരാതി പറഞ്ഞവരുണ്ട്. പിന്നെ മറ്റു രീതിയിൽ നമുക്ക് നമ്മുടെ അടുത്ത് പരാതികൾ പറഞ്ഞവരുണ്ട്. രേഖാമൂലം പരാതി കിട്ടിയിട്ടില്ല. പക്ഷേ എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് എല്ലാക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഈ പരാതിക്കാരന്റെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള മറുവാദം എന്താണ്? ഈ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഈ പരാതിക്കാരനായ അനീഷ്, അദ്ദേഹം കുറ്റവാളിയാണെന്നും ക്രൈംബ്രാഞ്ചും കൊട്ടാരക്കര പോലീസും അന്വേഷിക്കുന്ന കേസിലെ പ്രതിയാണെന്നും 24 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണെന്നുമൊക്കെയാണ് ഇ.ഡി. പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ വാക്കുകൾക്ക് യാതൊരു തരത്തിലുമുള്ള വിശ്വാസ്യത ഇല്ല എന്നാണ് ഇ.ഡി. പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസ് എസ്.പി ഈ ഇ.ഡിയുടെ പ്രതിരോധം, പരാതിക്കാരന്റെ പാസ്റ്റ് പറഞ്ഞുള്ള ഇ.ഡിയുടെ പ്രതിരോധം, പശ്ചാത്തലം പറഞ്ഞുള്ള ഇ.ഡിയുടെ പ്രതിരോധം അത് തൽക്കാലം ശ്രദ്ധിക്കുന്നില്ല. തങ്ങൾക്ക് മുൻപിൽ വന്ന പരാതി അത് തങ്ങൾ അന്വേഷിച്ചു, അത് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നാണ് വിജിലൻസ് എസ്.പി പറയുന്നത്. ഏതായാലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം. നിലവിൽ കൂടുതൽ തെളിവുകൾ ഈ ഇ.ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെതിരെ ശേഖരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അദ്ദേഹത്തെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് വിജിലൻസ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കൂടുതൽ പരാതികൾ വിജിലൻസിലേക്ക് വരുന്നുണ്ട്. നിരവധി ആളുകൾ, അത് എസ്.പി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നു, നിരവധി ആളുകൾ പരാതിയുമായി വിളിക്കുന്നുണ്ട്. പക്ഷേ രേഖാമൂലം പരാതി കിട്ടാത്തതിനാൽ തന്നെ അതുമായി മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ട്. ആരെങ്കിലും ഇങ്ങനെ രേഖാമൂലം പരാതിയുമായി മുന്നോട്ട് വന്നാൽ അത് വീണ്ടും മറ്റൊരു കേസായി തന്നെ പരിഗണിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. മാത്രമല്ല, ഈ പരാതിയുമായി വിളിക്കുന്നവരിൽ കൂടുതൽ ആളുകളും വലിയ തുകകൾ ഈ ഇടനിലക്കാർക്ക് കൈമാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൈക്കൂലി കേസ് ഇ.ഡി. കേസ് ഒഴിവാക്കാനായി കൈക്കൂലിയായി വലിയ തുകകൾ നൽകിയെന്നാണ് ഫോൺ വിളിക്കുന്ന പലരും പറയുന്നത്. ഒപ്പം തന്നെ ഈ ശേഖർ കുമാറിനെതിരെ അടക്കമുള്ള തെളിവുകൾ